നമസ്കാരം. നാളെ 1200 ആണ്ട് പിറക്കുകയാണ്. പുതുവർഷം പിറക്കുകയാണ്. ഈ പുതുവർഷത്തിൽ ജ്യോതിഷ പണ്ഡിതന്മാരുടെ പ്രവചന പ്രകാരം ചില നക്ഷത്രക്കാർക്ക് വർഷം മുഴുവൻ ഐശ്വര്യവും ഉയർച്ചയും സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ജ്യോതിഷ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം, പ്രവചനങ്ങൾ പ്രകാരം ഈ വർഷം നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പോകുന്ന ആദ്യത്തെ നക്ഷത്രങ്ങളിൽ ഒന്ന് അശ്വതി നക്ഷത്രമാകുന്നു. കൊല്ലവർഷം 1200 ആണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് എന്ന് തന്നെയാണ് പണ്ഡിതന്മാരുടെ പ്രവചനം. കൂടാതെ ചില പ്രത്യേകമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുമായിട്ടുണ്ട്. നക്ഷത്രനാഥനായ കേതു 6ാം ഭാവത്തിൽ ഉപജയ സ്ഥാനത്തിലാകിയാൽ പ്രവർത്തികൾ കൂടുതൽ ഗുണകരമായി തീരും എന്നുകൂടി മനസ്സിലാക്കുക. കൂടാതെ ഈ സമയം ശനിയുടെ അനുകൂലത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും ഭാവി മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കുവാനും സഹായകരമായി തീരും. കുടുംബ ഭദ്രത, ധനോന്നതി, കൂടാതെ വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച, ജോലി ലഭിക്കുക, ജോലിയിൽ കയറ്റം, ശമ്പള വർധനവ് തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ആരോഗ്യപരമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് ഈ വർഷം 1200 ആണ്ട് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് നൽകുക എന്ന കാര്യം ഓർക്കുക. രണ്ടാമത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അഥവാ ഈ വർഷം നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പോകുന്ന മറ്റൊരു നക്ഷത്രം ഭരണി തന്നെയാണ് എന്നാണ് പണ്ഡിതന്മാരുടെ പ്രവചനം. പ്രധാനമായും ഇവരുടെ ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരുന്ന വർഷമാണ് എന്ന് തന്നെ പരാമർശിക്കുന്നു. ഗ്രഹങ്ങൾക്ക് അഥവാ പ്രധാന ഗ്രഹങ്ങൾക്ക് സൽഭാവങ്ങളിൽ സ്ഥിതി ഉള്ളതിനാൽ കൂടി വളരെയധികം പ്രയോജനങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് മികച്ചതായ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സമയം. കൂടാതെ തൊഴിൽ തേടുന്നവർക്കും നിരാശപ്പെടേണ്ടതായി വരില്ല. കച്ചവടവുമായി ബന്ധപ്പെട്ട ലാഭം എത്തിക്കാം. ഉദ്യോഗസ്ഥർക്ക് അധികാരമുള്ള ചുമതലകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകുവാൻ അല്ലെങ്കിൽ വീടുകളിലേക്ക് മടങ്ങുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. കൂടാതെ ഈ സമയം പല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ധനപരവും തൊഴിൽപരവുമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായ ഉന്നതി പ്രതീക്ഷിക്കാവുന്നതുമാണ്. കൂടാതെ ധനപരമായ ചില നേട്ടങ്ങൾ പല വഴികളിലൂടെയും വന്നു ചേരാം. ആഗ്രഹ സാഫല്യം സംഭവിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ പണ്ഡിതന്മാരുടെ പ്രവചന പ്രകാരം ഭരണി നക്ഷത്രക്കാരും 1200 ആണ്ടിൽ ധനപരമായും അല്ലാതെയും നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന നക്ഷത്രക്കാരാകുന്നു. കാർത്തിക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രം തന്നെയാകുന്നു. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വളരെ ഗുണകരമാണ് അഥവാ അനുകൂലമാണ് എന്ന് തന്നെയാണ് പണ്ഡിതന്മാരുടെ പ്രവചനം. സമ്മിശ്രമായ ഫലങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വ്യവഹാരങ്ങളിൽ വിജയങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളും അനുരഞ്ജനത്തിലൂടെ സാധ്യമാകുന്ന സമയമാകുന്നു. കിട്ടാക്കടങ്ങൾ ലഭിക്കാം. പുതിയ ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ജോലി ലഭിക്കുകയും അഥവാ ജോലി മാറുവാനുള്ള സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. കൂടാതെ ഈ സമയം വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മേലധികാരികൾക്ക് പ്രീതി നിങ്ങളിൽ വന്ന് ചേരുന്നതായ സമയമാകുന്നു. കൂടാതെ ആഗ്രഹങ്ങൾ ചിലത് നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നിങ്ങളുടെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. ശുഭകരമായ വാർത്തകൾ തേടിയെത്തി എന്ന് വരാം. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം പകരുന്നതായ പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ ചില തീരുമാനങ്ങൾ എടുക്കുകയും തന്മൂലം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നു എന്നും പരാമർശിക്കുവാൻ സാധിക്കും. വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ മറ്റ് കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. പൊതുവിൽ നിങ്ങൾക്ക് സമയം അനുകൂലമാണ് എന്ന് തന്നെയാണ് പണ്ഡിതന്മാരുടെ പ്രവചനം. പൂയം നക്ഷത്രക്കാർക്ക് 1200 ആണ്ട് അനുകൂലമാണ് എന്ന് പരാമർശിക്കുന്നതാകുന്നു. പ്രധാനമായും ശനി അഷ്ടമത്തിൽ തുടരുന്നതാണ്. കൂടാതെ വ്യാഴം ലാഭഭാവത്തിലും സഞ്ചരിക്കുന്നുണ്ട്.
അതിനാൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ജ്യോതിഷപരമായ പ്രവചനം. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം. പ്രയത്നങ്ങൾ പാഴാകുന്നതല്ല. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ആസൂത്രണം ചെയ്യുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. കൂടാതെ മേലധികാരികളുടെ പ്രശംസ നേടിയെടുക്കുവാൻ, ഉന്നത അധികാരികളുടെ പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടാം. ആദായം ലഭിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാനും ആദായം വർദ്ധിപ്പിക്കുവാനും സാധിച്ചു എന്ന് വരാം. തൊഴിൽ ലഭിക്കുവാനും വിദേശത്തേക്ക് പോകുവാനും അനുകൂലമായ സമയമാകുന്നു. വിദ്യയുമായി ബന്ധപ്പെട്ടും അനുകൂലം തന്നെയാണ് സമയം. കൂടാതെ പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയിക്കുവാനുള്ള അവസരങ്ങൾ കൂടി വന്നു ചേരും. കൂടാതെ ഈ സമയം അംഗീകാരങ്ങൾ തേടിയെത്താം. കലാകാരന്മാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് പ്രവചനം. അതിനാൽ തന്നെ ഈ സമയം ഈ നക്ഷത്രക്കാർക്ക് ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരാം. അതിനാൽ തന്നെ ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുവാൻ ഇവർ ശ്രമിക്കുക. അനിഴം നക്ഷത്രക്കാർക്കും സമയം അനുകൂലമാണ് എന്ന് തന്നെയാണ് പ്രവചനം. പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം നിങ്ങൾക്ക് ഈ വർഷം 1200 ആണ്ട് അനുകൂലം തന്നെയാകുന്നു. വ്യാഴം അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്ന വർഷം. വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കുന്ന സമയം. സ്വന്തം പരിശ്രമത്തിന് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ബിസിനസ്സുകൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് അനുകൂലമാകാം. കൂടാതെ ഈ സമയം ബിസിനസ് വിപുലീകരിക്കുക, പുതിയ ബിസിനസ് ആരംഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾ വളരെ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. വിദേശ യാത്രകൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ജോലി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ, ജോലിക്കായി ശ്രമങ്ങൾ നടത്തുന്നു എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാൻ, ജോലി ലഭിക്കുവാൻ, ജോലി മാറുവാൻ നിങ്ങൾക്ക് അനുകൂലമായ സമയം കൂടിയാകുന്നു. കൂടാതെ ഈ സമയം പുതിയ രീതിയിലുള്ള പ്രവർത്തന മേഖലകൾ വന്നു ചേരാം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും തന്മൂലം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുവാനും ധനവരവ് വർദ്ധിപ്പിക്കുവാനും സഹായകരമാകും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾ സ്വന്തമാക്കുന്ന വർഷം തന്നെയാണ് 1200 ആണ്ട്. തൃക്കേട്ട നക്ഷത്രക്കാർക്കും പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അനുകൂലമായ വർഷമാണ് എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. കാരണം ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുവാനും പല കാര്യങ്ങളും അനുകൂലമാക്കുവാനും സാധിക്കും. പല ആഗ്രഹങ്ങളും അത് ന്യായമായ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സൗഹൃദങ്ങൾ വളർത്തിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ കഴിവിന് അംഗീകാരം ലഭിക്കുന്നതായ സമയമാണ്. പല വ്യക്തികളിൽ നിന്നും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് എങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കലാകാരന്മാർക്ക് അനുകൂലമായ സമയമാകുന്നു. ഉദ്യോഗം ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. വിദേശത്തും നാട്ടിലും അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പല രീതിയിലുള്ള യാത്രകൾ നടത്തുകയും യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് പ്രവചനം. കുടുംബജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. സന്തോഷപ്രദമായി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അലട്ടുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും എന്നും ഫലമായി പരാമർശിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ വർഷം നിങ്ങൾക്ക് അനുകൂലമാണ്. ബിസിനസ് പരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ബിസിനസ് വിപുലീകരിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പുതിയ ബിസിനസ് ആരംഭിക്കുവാനും പുതിയ ആശയങ്ങൾ മനസ്സിലേക്ക് വന്നു ചേരുവാനും സാധ്യത കൂടുതലാകുന്നു. എന്നാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തണം എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ജ്യോതിഷ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഈ നക്ഷത്രക്കാർക്ക് 1200 ആണ്ട് വളരെ ശുഭകരമാണ് എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ഏവരും ഇഷ്ടദേവതയെ ഭജിച്ച് കുടുംബദേവതയെ ഭജിച്ച് മുന്നോട്ട് പോവുക.